റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ലോകമെമ്പാടും ഇസ്ലാം മത വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. നമുക്കറിയാം, ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു സംസ്കരണമാണ്, ഒരു ആത്മീയ സംസ്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരീരത്തിനും നമ്മൾ കുറേ റെസ്റ്റ് കൊടുക്കുന്നു, ഒരുപാട് നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുത്തുന്നു. അതേപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നമ്മുടെ ഹൃദയത്തിൻ്റെ ചീത്ത സ്വഭാവങ്ങളായ കോപം, ദേഷ്യം, അസൂയ, കുശുമ്പ്, പരദൂഷണം എന്നീ പറഞ്ഞിട്ടുള്ള എല്ലാ ദൂഷ്യപ്രവൃത്തിയിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിലും മറ്റും കഴിഞ്ഞുകൂടി അവരുടെ മനസ്സിനെയും അതേപോലെ തന്നെ കൂടെ ശരീരത്തെയും സംസ്കരിക്കുന്ന ഒരു പുണ്യമാസമാണ് ഈ പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ റമളാനിൽ ദൈവം ഒരുപാട് ഭക്ഷണങ്ങൾക്ക് നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണം ആക്ച്വലി പകൽ സമയത്തേ ഉള്ളൂ. എന്നാൽ അതിന് ഒരു പകരം എന്നോണം രാത്രി മുഴുവനും നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ആവശ്യമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ പകൽ മുഴുവൻ പട്ടിണി കിടന്നത് കൊണ്ട് അതിൻ്റെ പക പോക്കുന്ന രീതിയിൽ രാത്രി മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഈ നമ്മൾ നോമ്പിൻ്റെ ആക്ച്വലായിട്ടുള്ള അന്തസ്സത്ത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉദ്ദേശം അവിടെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായി പോകും. ഫോർ എക്സാമ്പിൾ, ചില പേഷ്യൻസ് പറയാറുണ്ട്, അവരുടെ ഷുഗർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടി, കൊളസ്ട്രോൾ കൂടി എന്ന് പറയുമ്പോൾ അവർ പറയും, അല്ല സാറേ, ഇപ്പോൾ നോമ്പാണല്ലോ, അതുകൊണ്ട് കുറച്ച് അധികമായി കഴിച്ചത് കൊണ്ട് ഷുഗർ. പക്ഷേ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ കുറവ് വരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോമ്പ് ഒരുപാട് ആരോഗ്യപരമായ ബെനിഫിറ്റ് നോമ്പെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് അതൊരു അനാരോഗ്യകരമായ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്ന് രണ്ട് ചില നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ, പ്രമേഹമില്ലാത്ത ആളുകളും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം ഒരുപാട് കഴിക്കരുത്. പക്ഷേ നമ്മൾ ഇവിടെ അധികം ആളുകളും അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നോമ്പ് കഴിഞ്ഞ ഉടനെ ഒരുപാട് ജ്യൂസുകൾ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആക്ച്വലി ജ്യൂസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ഫ്രൂട്ട്സിൻ്റെ പൾപ്പിൽ നമ്മൾ ഷുഗർ കൂടി ആഡ് ചെയ്തിട്ടാണ് അധികം ആളുകളും ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഷുഗറിനെ നമ്മൾ പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണത്. അതിന് ബദലായിട്ട് ഈ ഫ്രൂട്ട്സ് മാത്രം അങ്ങനെ കഴിക്കുന്നതാണ് അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും. അങ്ങനെ കഴിക്കുകയും പിന്നെ വെള്ളം ധാരാളമായി കഴിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിന് ഒരു ആരോഗ്യകരമായി നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക, എന്നിട്ട് വെള്ളം ധാരാളമായി കഴിക്കുക, ജ്യൂസ് കഴിക്കാതിരിക്കുക. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്, നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ബദലായിട്ട് അതിന് 2 ഗഡുവായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ഇപ്പോൾ കഴിച്ചു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോമ്പ് തുറന്ന ഉടനെ ഫ്രൂട്ട്സും പാനീയങ്ങളും കഴിച്ചതിന് ശേഷം, മറ്റ് നമസ്കാരങ്ങളും പ്രേയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മെയിൻ മീലായിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ എന്താകും, 2 ഗുണമാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനെ പാൻക്രിയാസിനെ നമ്മൾ ഓവർ ബേർഡൻ ചെയ്ത് ഇൻസുലിനെ ഒറ്റയടിക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ബദലായിട്ട് ഒരു ഗ്രാജുവലായിട്ട് ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഇൻസുലിനും ഗ്രാജുവലായിട്ട് അത് ആക്ട് ചെയ്താൽ മതി. അത് ഒരു കൂടുതൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാകും. അപ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നീട് ഈ രാത്രി മുഴുവൻ ഒരുപാട് ക്രമാതീതമായ ഭക്ഷണം കഴിക്കുന്നതിന് ബദലായിട്ട് ഈ 2 മീൽ നിർത്തിയതിന് ശേഷം പിന്നെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത്, അത് ആക്ച്വലി ഇസ്ലാം മത വിശ്വാസപ്രകാരവും ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ ടൈമിലുള്ള നമ്മുടെ ഒരു ബ്ലഡ് ഷുഗറിൻ്റെ ലെവലും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ ഉപകാരപ്രദമാകും. ഒരു ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി എന്ന് ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ.